ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മുടെ ബേബിയുടെ ഫോട്ടോഷൂട്ടാണ്. തമിഴിൽ കണ്ടിട്ടുണ്ടാവും. അപ്പം വാവ ഉറങ്ങാണ്. ഫോട്ടോഷൂട്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി നേരത്തെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാണ്. ഷൂട്ട് ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 20-25 ദിവസത്തിൻ്റെ ഉള്ളിൽ കഴിയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ല ഫോട്ടോസ് കിട്ടുന്നൊക്കെ. ഇപ്പാണ് ഞങ്ങൾ അറിയുന്നതിനെ പറ്റി. അവനെ റാപ്പ് ചെയ്യാനൊക്കെ കുറച്ചുകൂടി എളുപ്പം അതായിരിക്കും. അപ്പം ഞങ്ങൾ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അവർ നേരെ തന്നെ കുട്ടീൻ്റെ ഫോട്ടോ എടുക്കാണ്ടെങ്കിൽ എത്ര ദിവസത്തിൻ്റെ ഉള്ളിലാണ് 20 ദിവസം 25 ദിവസത്തിന് 20 ദിവസമൊക്കെ ഉള്ളിൽ പ്ലാൻ ചെയ്യുന്നതായിരിക്കും നന്നാവും. ഞങ്ങൾക്ക് ഇപ്പാണ് അത് മനസ്സിലായത്. ഞങ്ങൾക്കിത് കറക്റ്റ് അറിയില്ല. ഞാൻ വിചാരിച്ച് ഒരു മാസമൊക്കെ ആയിട്ടായിരിക്കും ചെയ്യാന്ന് ഇവർ പറഞ്ഞപ്പോൾ അതറിയുന്നത്. അപ്പം ഞങ്ങളെ ബേബീൻ്റെ ഫോട്ടോ ഞങ്ങൾ ഇതുവരെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഈ ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഫോട്ടോഷൂട്ടിന് ശേഷം അതിന് ശേഷം ഞങ്ങൾ ഫോട്ടോസൊക്കെ ഇടുകയിനി അങ്ങോട്ട്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ബേബിയുടെ ഫോട്ടോ ഇടാത്തത്. സത്യം പറഞ്ഞാൽ എനിക്ക് മൊബൈലിലോ അല്ലെങ്കിൽ മൊബൈലൊക്കെ ഞങ്ങൾ എടുത്തു നോക്കി, പക്ഷെ നല്ല ഫോട്ടോസൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നു. കുറേ പേര് നമ്മുടെ ചോദിക്കുന്നുണ്ടാവും, ഫാമിലി തന്നെയാണല്ലോ. അപ്പം നല്ലൊരു ഫോട്ടോ കിട്ടിയിട്ട് അത് ഇടാന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ ഇത് ഇനി എന്തായാലും ഇടും. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അതുകൊണ്ട് മാത്രമാണ് ലേറ്റ് ആയിപ്പോയത്. അപ്പോൾ ഞങ്ങൾ പിന്നെ സമയത്തിൽ പ്രസവരക്ഷയൊക്കെ ആയിട്ട് പോയതുകൊണ്ട് ഫോട്ടോഷൂട്ടൊക്കെ വൈകിപ്പോയി. അപ്പോൾ നമ്മുടെ ഫോട്ടോഷൂട്ട് എടുക്കുന്നത് തൃശ്ശൂരുള്ള ബേബി സ്റ്റോറീസ് ബൈ സുജിൻ സുവി അല്ലേ? സുജിൻ ബ്രോ ആണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ബേബി സ്റ്റോറീസ് ബൈ സുജിൻ എന്ന് പറയും. അപ്പം അവർ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് ഇപ്പം വന്നതാണ്, ഉച്ചയ്ക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഷൂട്ട് ഏകദേശം ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഒരു തീം കഴിഞ്ഞ് അപ്പാണ് ഞങ്ങൾ വിചാരിച്ചൊരു വ്ളോഗ് ചെയ്യാന്ന്. ബീച്ചിന്റെ ഒരു തീമായിരുന്നു. അപ്പോൾ അത് കുറച്ച് അത്യാവശ്യം ചിരിച്ച ഫോട്ടോസ് ഒക്കെ ഞങ്ങൾക്ക് തുടങ്ങും. നല്ല ടെൻഷൻ ഉണ്ട്. അവനാണെങ്കിൽ കറക്റ്റ് അങ്ങനെ ചിരിക്കാറില്ല. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് മാത്രമേ ചിരിക്കില്ല, അല്ലാത്ത സമയത്ത് അങ്ങനെ ചിരിക്കില്ല. ഞാനത് ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഇവൻ അങ്ങനെ ചിരിക്കുന്ന ഒരാളല്ല. നോക്കുമ്പോൾ ഇവര് ഫോട്ടോ എടുക്കുമ്പോൾ നല്ലോണം ചിരിച്ച്. അവരിത് ഹാൻഡിൽ ചെയ്യുന്നതും ഈ കുട്ടീനെ നമ്മളെപ്പോലെയല്ല, വേറെ ഒരു ഭയങ്കര പ്രൊഫഷണലായിട്ടാണ് ചെയ്യുന്നത്. നല്ലപോലെ ഉറക്കുക. അപ്പം ഞാൻ പറയും ഇങ്ങനെ കിടത്തി ഉറക്കിയാൽ പോരെ നമുക്കും. അവൻ നല്ല സുഖമായിട്ട് ഉറങ്ങും. ഭയങ്കര കംഫേർട്ടിൽ അവനെ അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവരും വീഡിയോ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇതാണ് നമ്മുടെ റൂമും ഫുള്ളാണ്. ഇവരുടെ ലഗേജാണ് ഈ മറ്റേ ഫോട്ടോഷൂട്ടിന്റെ സാധനങ്ങളാണ് കംപ്ലീറ്റ്. നമ്മൾ കൊണ്ടുപോകേണ്ടിയും സാധനം അങ്ങനെയല്ല, നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടിയും. ഇപ്പൊ ഇവന്റെ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കണ്ട. എനിക്ക് അറിയാത്തതുകൊണ്ട് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആള് പറഞ്ഞു എല്ലാം ഞങ്ങളെടുത്തിട്ടുണ്ട്, ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം റൂമും ഫുൾ ഇവന്റെ സാധനങ്ങളാണ്. ഇതിപ്പോൾ അടുത്ത ഷൂട്ട് തുടങ്ങാൻ പോവാണ്. ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് വന്നിട്ട് സുജിൻ ബ്രോയുടെ വൈഫും കൂടിയാണ്. അവരുടെ മോളും വന്നിട്ടുണ്ട്. ഹായ്. ആള് കുറച്ച് ഗൗരവക്കാരിയാ. അപ്പോൾ ഇത് രണ്ടാമത്തെ തീമിലാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ബേബി നല്ല ഉറക്കമാണ്. അപ്പം അടുത്ത ഷൂട്ട് എങ്ങനെയാവോ എന്തോ. പക്ഷെ ഇവരത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ധൈര്യം ഉണ്ട്. ഇപ്പോൾ ആദ്യം തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് നല്ല പേടി ഉണ്ടായിരുന്നു എങ്ങനെയാണ് അത് പോകാമെന്നൊക്കെ. ഇപ്പോൾ പക്ഷേ നല്ല ഫോട്ടോസ് കിട്ടിയില്ല കുറച്ച്. അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിനെപ്പറ്റി ചിന്തിച്ചില്ല, വ്ളോഗിനെ പറ്റി. ആദ്യമായിട്ട് ഒരു ഫോട്ടോഷൂട്ടിന് നമ്മൾ രണ്ടുപേരും ടെൻഷനിലാണ് മീൻസ് മെനക്കെടാണ്ടിരിക്കുന്നത്. ഇതുവരെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോസ്റ്റ്യൂം ഡ്രസ്സ് അതൊന്നും പറഞ്ഞ് ടെൻഷനായിട്ടിരിക്കില്ല. ഇപ്പോൾ ആകെ ടെൻഷൻ അവനാ മര്യാദയ്ക്ക് ചിരിച്ച് കിട്ടുമോ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ആദ്യത്തെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ അവൻ കൂടുതലായിട്ട് ചിരിച്ച് കൊടുത്തു. നിങ്ങൾ പ്രതീക്ഷിച്ചില്ല അത്ര ഈസിയായിട്ട് കിട്ടുന്നു. ഭാവേനെ റേപ്പ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് കേട്ടോ ഇവിടെ. ഇപ്പം എനിക്ക് അധികം സൗണ്ടിൽ സംസാരിക്കാൻ പറ്റില്ല. ആളെ പതുക്കെ ഉറക്കി കിടത്തിയതാണ്. അമ്മയ്ക്കൊക്കെ അതിശയാണ് ഇവരെങ്ങനെയാണ് ഇങ്ങനെ ഈസി ആയിട്ട് കുഞ്ഞിനെ ഉറക്കിയെന്നൊക്കെ വിചാരിച്ചിട്ട്. ഇവിടെ ഒരാളും മിണ്ടാണ്ട് നിൽക്കുന്നുണ്ട്. എന്താ നല്ല ക്ഷമ വേണ്ട പരിപാടിയാണ്. സാധാരണ ഒറ്റ കളറിൽ ചെയ്യാറുണ്ട്, കുറച്ചുകൂടി ഈസി ആയിരുന്നു. ഇത് ഇത്തിരി ടഫാണ്.
അവനിപ്പം വിചാരിക്കും ഞാൻ പണ്ട് കിടന്ന പോലെയാണല്ലോ ഇപ്പൊ കിടക്കുന്നത്. സെറ്റായി. ഞങ്ങളെടുത്ത ഫോട്ടോഷൂട്ടിലേക്ക് കിടക്കാൻ പോവാണ്. ചേട്ടാ ഇത് എത്ര വർഷമായി ചെയ്യുന്നത്? സാറ്റിസ്ഫാക്ഷൻ അല്ലേ? ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ABCD അറിയില്ല, ഇപ്പാണ് മനസ്സിലാവുന്നത് എങ്ങനെയാണുള്ളത്. ചിരിക്കുന്നില്ലേ? ചിരിക്കില്ലല്ലേ? സെറ്റായ. പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവള് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടാക്കുന്ന. പക്ഷെ ഒരു പ്രശ്നമില്ല. ആള് നേരത്തെ ഷൂട്ട് ചിരിച്ച് കിട്ടിയില്ലേ? ശരിക്കും ആദ്യമായിട്ടേക്കും ആളോ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ആൾക്കാർ ബ്ലോഗ് എടുക്കുന്നത്. റൈറ്റ് മൊമെൻറ്റിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഇവിടെ ഒരാൾ. വൻ സെറ്റപ്പാണ് ഇവൻ ഒരാൾക്ക് വേണ്ടി ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഭയങ്കര ക്ഷമമാണ്. പക്ഷെ കുറേ നേരത്തേക്ക് ഉറങ്ങി സഹകരിച്ചിരിക്കും. ചിരിക്കുന്നുണ്ട്. ഇത്രയും നേരം ക്യാമറ പിടിച്ചൊന്നും ചിരിക്കണ്ടല്ലോ. ഗൈസ് നിങ്ങൾക്ക് ഞാനൊരാളെ കാണിച്ചു തരാം. അല്ല മോളോ, ഇവിടെ നടക്കുന്നത് ബേബിയുടെ ഫോട്ടോഷൂട്ടല്ലേ? നീ എന്തിനാ ഡ്രസ്സ് മാറുന്നത്? അതെന്തിനാ നമ്മളോട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു? ഹായ് ഗൈസ്, അങ്ങനെ ഞങ്ങൾ മാറി ഡ്രസ്സ് അല്ലേ? ഞങ്ങൾ സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഫോട്ടോ എടുക്കാനൊന്നും പ്രതീക്ഷയല്ല. അവൻ്റെ മാത്രമല്ല എന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ ഇപ്പം സുജിൻ ബ്രോ പറഞ്ഞ് നമുക്കൊരു ഫാമിലി ഫോട്ടോ കൂടി അതിൻ്റെ കൂടെ ഞങ്ങൾ എടുക്കാമെന്ന്. അപ്പോൾ അതിന് പറ്റിയ ഡ്രസ്സൊന്നുമില്ല, ഞങ്ങളൊന്നും പ്ലാൻ ചെയ്തില്ല. എൻ്റെ ഉണ്ടല്ലേ മുടിയൊന്നും വെട്ടാണ്ട് മൊത്തം വൃത്തിയായിട്ട ക്വാളിറ്റി നടക്കാതെ ഞാൻ കുറച്ച് ദിവസമായിട്ട്. പക്ഷേ തൽക്കാലം ഞങ്ങളൊരു വെള്ള ഡ്രസ്സ് ഇട്ട് ഒപ്പിച്ചില്ലേ മേളം, ഓണം പോലെ. അപ്പം കുഞ്ഞിൻ്റെ ഫോട്ടോഷൂട്ട് ഏകദേശം കഴിയാനായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഫാമിലി ഫോട്ടോഷൂട്ടും കൂടി കഴിഞ്ഞിട്ട് പരിപാടി ഞങ്ങളിവിടെ നിർത്തും അല്ലേ? പേടിക്കണ്ട, ഇനി അവൻ എണീറ്റോട്ടെ ഇനി അവൻ കരഞ്ഞോട്ടെ. കുറേ അടിപൊളി ഫോട്ടോസൊക്കെ കുറേ നല്ല കിട്ടിയില്ല. നല്ല ഫോട്ടോസുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഞങ്ങളെ ഫോട്ടോ കിട്ടുന്ന ഞങ്ങൾ തീരെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ പ്ലാൻ ചെയ്തതല്ല. അതുകൊണ്ടാണ് ഡ്രസ്സൊന്നും നോക്കാൻ ഫോട്ടോസൊക്കെ കിട്ടിയതാണ്. അതായിരുന്നു ഞങ്ങൾക്ക് ആദ്യം ടെൻഷൻ. വരുമ്പോൾ ഇത് എങ്ങനെ കിട്ടും എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ അവിടെ നിന്ന് വരുന്നതാണല്ലോ. ആ അല്ലെങ്കിൽ എനിക്ക് അതായിരുന്നു ടെൻഷൻ. തൃശ്ശൂരിൽ നിന്ന് ഞാൻ വന്നിട്ട് എന്തായാലും എന്തോ ഭാഗ്യത്തിനകത്ത് കുഴപ്പമില്ലാണ്ട് കിട്ടി. നല്ല ഫോട്ടോസ് കിട്ടി ഗൈസ്. ഫോട്ടോസൊക്കെ ഞങ്ങൾ ഈ വ്ളോഗിൻ്റെ ലാസ്റ്റ് ഫോട്ടോസ് കേട്ടല്ലേ നമ്മളോ? പിന്നെ ഇൻസ്റ്റയിലും ഒക്കെ ആയിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യും, റീൽസുമായിട്ടും അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഫോട്ടോസ് കണ്ടിട്ട് അഭിപ്രായം പറയണം. യൂട്യൂബ് ചാനലുണ്ടോ നിങ്ങൾക്ക്? എന്താ ചാനലിൻ്റെ പേര്? അറിയുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. ബേബി സ്റ്റോറീസ് ബൈ സുജിൻ. പിന്നെ ആള് വെഡ്ഡിങ്ങും ചെയ്യുന്നുണ്ടല്ലേ? വെഡ്ഡിങ്ങിൻ്റെ പേജ് എന്തായിരുന്നു പറഞ്ഞത്? അലോക വെഡ്ഡിങ്. ഷൂട്ടൊക്കെ കഴിഞ്ഞ് എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതൊക്കെ ഈ മൊത്തം അലങ്കോലമായിട്ടാണുള്ളത്. ഫുള്ള് സാധനങ്ങളാണ്, കൊലായി മുറ്റത്ത് വരെ സാധനങ്ങളാണ് ഫോട്ടോഷൂട്ടിൻ്റെ. അപ്പം കുഞ്ഞനെ റാപ്പ് ചെയ്തൊക്കെ ഒഴിവാക്കി. ആളിപ്പോൾ ഒന്ന് ഫ്രീ ആയില്ലേ? ഇപ്പാണ് ശ്വാസം കിട്ടിയത്.
ഭയങ്കര കംഫർട്ട് അല്ലേ? ഞാൻ ഇത്രയും കാലം വിചാരിച്ചു റാപ്പ് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്ന. ഹായ്. അപ്പം ഞങ്ങളെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് എല്ലാം പാക്കിങ്ങും കഴിഞ്ഞ് അപ്പോൾ ഇവരിവിടെ നിന്ന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഒരുപാട് നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് ഞങ്ങൾ ഷെയർ ചെയ്യും. അപ്പം എന്താ പറയുക, ഇതാണ് നമ്മളെ ഫോട്ടോ ഷൂട്ട് ചെയ്ത ടീം. സുജിൻ ബ്രോ, വൈഫിന്റെ പേരെന്തായിരുന്നു? അനീഷ, പിന്നെ മോൾ അലോക. അപ്പം ഇവർ രണ്ടുപേരും ആണ് ഷൂട്ടിന് വന്നത്. ഇവരാണ് നിങ്ങൾ രണ്ടുപേരും തന്നെ വർക്കിന് പോകാറില്ലേ? നോക്കിയതൊക്കെ ഉറക്കിയതൊക്കെ ചേച്ചിയാണ്. ഞാൻ എനിക്കൊന്നും വേണ്ടി വന്നില്ല. എനിക്കാണെങ്കിൽ ഇവനെ എങ്ങനെ ഓർക്കാനൊന്നും അറിയില്ല. ചേച്ചി നല്ല ഭയങ്കര എക്സ്പെർട്ട് ആണെന്ന് മനസ്സിലായി. ഞാനിങ്ങനെ നോക്കി നിൽക്കുക ചേച്ചി ഓർക്കുന്നേ. അപ്പൊ ഇവര് തൃശ്ശൂരിൽ നിന്ന് ചേച്ചി എടുത്ത കാര്യം പറഞ്ഞു വെച്ചിരിക്കുക. അപ്പം ഇതുവരെ ഇവനിങ്ങനെ ചിരിച്ചിട്ടില്ല. ഞങ്ങള് ഇവരുടെ അടുത്ത് ആദ്യം പറഞ്ഞത് ഇവൻ അങ്ങനെ ഭയങ്കര സീരിയസ് ആണെങ്കിൽ ഇവരുടെ അടുത്ത് അന്നേരം തൊട്ട് ചിരിയാ. റാപ്പ് ചെയ്തപ്പോ കുറച്ച് ചിരി അധികം കിട്ടിയില്ല. പക്ഷെ ആദ്യം ഞങ്ങളൊരു ബീച്ചിന്റെ ഒരു തീം ഫോട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ കുറച്ച് ചിരിച്ച് കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾ വ്ളോഗ് തുടങ്ങിയിട്ടില്ലായിരുന്നു. അത് ഞങ്ങൾക്ക് വ്ളോഗിൽ മിസ്സായി. പക്ഷേ ഫോട്ടോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അടിപൊളി ഫോട്ടോസാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ള പറഞ്ഞാൽ ഇവർ തൃശ്ശൂരിൽ നിന്ന് വരുന്നതാണ്. എനിക്ക് തോന്നുന്ന ഒരു 120-130 കിലോമീറ്റർ അങ്ങ് ഓടി വരികയാണ്. അപ്പം അതിൽ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ബാബയ്ക്ക് പാല് കൊടുത്തോ. അപ്പം അതിൽ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം നല്ല ഫോട്ടോസ് കിട്ടും, ഇത്രയും ദൂരം ഓടി വരുന്നതാണല്ലോ എന്നൊക്കെ. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. അവരും പറഞ്ഞു ദൂരം വഴിക്ക് പോകുന്ന അധികം ഫോട്ടോസ് അവർക്ക് നന്നായിട്ട് കിട്ടാറുണ്ട്. അപ്പം എന്തേ പറയണ്ടോ? അപ്പം ഒരുപാട് നന്ദി വീഡിയോ കണ്ടതിന്. അപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് നന്ദി നല്ല ഫോട്ടോസ് തന്നതിന്. അപ്പം വീഡിയോ എല്ലാവരും മുഴുവൻ കാണാം. പിന്നെ ഇവരെ പേജ് വരെ ഞങ്ങൾ കൊളാബ് ചെയ്യും ഇൻസ്റ്റയിൽ. അപ്പം എല്ലാവരും ഫോട്ടോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.